ഗൗതമൊക്കെ അരുൺ തയ്യാറാണ്. നേരെ കാനന പാതയിലേക്കാണ് പോകുന്നത്. അതാണ് ശബരിമലയുടെ യഥാർത്ഥ പാത. വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ സഞ്ചരിച്ച, അതല്ലെങ്കിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന ഈ കാനനപാത ശ്യാമ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു കാളകെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനുശേഷം അഴുതയുണ്ട്, പിന്നീട് കരിമലയുണ്ട്. വളരെ ദുഷ്കരമാണ്. ആ കാട്ടാനകളും പുലികളും ഒക്കെ ഈ യാത്രയിൽ നമുക്ക് മുന്നിൽ ഇതൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അങ്ങ് തത്വമസി അയ്യന്റെ പൂങ്കാവനത്തിലെ അയ്യന്റെ സ്വന്തം, അതായത് ഒരു മനുഷ്യനെ ഇതുവരെ ആരും ഒന്ന് ഉപദ്രവിച്ചതുപോലെ ഒരു അയ്യപ്പ ഭക്തനെ നമ്മുടെ റിപ്പോർട്ടറിനെ നോക്കും, വളരെ ചിരിച്ചുകൊണ്ട് ഒരു കാട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീൽ പോസിറ്റീവിലാണ്. അതെ, സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അരുൺ, എന്താണ് ഈ കാളകെട്ടിയിലെയും അഴുതയിലെയും ഒക്കെ അവസ്ഥ എന്താണ്? മാത്രമല്ല അരുൺ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? യഥാർത്ഥ എക്സാക്ട് സ്ഥലം ഏതാണ് നിൽക്കുന്നത്? ശ്യാമ, ഗൗതം, നമ്മൾ ഇത്രയും നേരം കൊടുത്തിരുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത്, നമുക്ക് എത്ര വേദനയോടെയാണ് നമ്മൾ ആ വാർത്തകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാനായി ഇട്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ആ ഭഗവാൻ പറഞ്ഞ വഴികളിലൂടെ നമ്മളൊരു യാത്രയാണ്. ആ യാത്രയുടെ തുടക്കം, അതായത് എരുമേലിയിൽ നിന്ന് എത്തുന്ന ആ ഒരു സമയത്ത് ഈ കാനന പാതയുടെ തുടക്കം, അതായത് കോയിക്കൽ കാവ് എന്നാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പേര്. ഇതാണ് വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ്. ഈ വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ കൃത്യമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വഴി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂ. എത്ര മനോഹരമാണ് ഈ ഇവിടുത്തെ ഒരു യാത്ര. അതായത് മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്, അതോടൊപ്പം തന്നെ ആ ഒരു ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അത്ര ഒരു വലിയ പോസിറ്റീവ് എനർജി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ചിരിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ ഒരു പാത, അതായത് ഭഗവാൻ പറഞ്ഞു തന്ന ഒരു പാതയാണ്. അയ്യൻ്റെ മണ്ണിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അയ്യൻ്റെ മുന്നിലേക്ക് എത്താൻ എത്ര മനോഹരമാണല്ലേ ഇത്. തീർച്ചയായിട്ടും ഇത് ശബരിമല എന്ന് പറയുന്നത് 18 മലകളാണ്. 18 മലകളിലും 18 മലദൈവങ്ങളാണ് ശരിക്കും വന്യമായ ഫോഴ്സായിട്ട്, വളരെ പ്രകൃതി ശക്തിയായിട്ട് തന്നെയാണ് മലദൈവങ്ങൾ കൂടിയുള്ളത്. നമ്മുടെ പൂർവികമായിട്ട് പൗരാണികമായിട്ടും ഒക്കെ ഉള്ള ഒരു വിശ്വാസം, എരുമേലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാനനപാത എരുമേലി കോട്ടപ്പടിയിൽ നിന്നാണ്. പേട്ടയമ്പലം, നമ്മൾ പേട്ടതുള്ളൽ ആരംഭിക്കുന്ന കൊച്ചമ്പലം, ആ കൊച്ചമ്പലത്തിൽ കോട്ടപ്പടിയുണ്ട്, തലപ്പാറമല കോട്ടപ്പടി. ആ കോട്ടപ്പടിയാണ് ശരിക്കും ഇവിടെ യാത്രയുടെ ആരംഭം. അവിടെ തന്നെ അവിടെ കാനന ഗണപതി എന്ന് പറയുന്നുള്ള ആ ഭഗവാന്റെ മുന്നിൽ തേങ്ങ അടിച്ച് കോട്ടപ്പടിയിൽ തേങ്ങ ഉരുട്ടി ശാസ്താവിനെ തൊഴുതാണ് ആരംഭിക്കുക. ശരിക്കും പൂങ്കാവനം ആരംഭിക്കുന്നത് എരുമേലിയിലാണ്. എരുമേലിയിൽ നിന്ന് പിന്നീട് ജനവാസമായി കഴിഞ്ഞ് പിന്നീട് വനം തുടങ്ങുന്നത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കോയിക്കക്കാവ് എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ 18 മലകൾ എന്ന് പറയുമ്പോൾ 18-ാം പടിയുടെ 1-ാമത്തെ പടി എന്ന് പറയുന്നത് തലപ്പാറമല. ആ തലപ്പാറമലയാണ് എരുമേലി അടക്കം, ഈ കോയിക്കക്കാവ് അടക്കമുള്ള പ്രദേശം. ഇത് കഴിഞ്ഞാൽ 18-ാം പടിയുടെ 2-ാമത്തെ പടി എന്ന് പറയുന്നത് കാളകെട്ടി മലയാണ്. കാളകെട്ടി മല 2-ാമത്തെ പടി. അവിടെ ശിവഭഗവാനും പാർവതീ ദേവിയും നന്ദികേശനും എല്ലാം ഉള്ള പ്രതിഷ്ഠയൊക്കെ ഉള്ള ആ ക്ഷേത്രമാണ് കാളകെട്ടി മല. അതിനുശേഷം അഴുതാ നദിയിൽ മുങ്ങി ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാർ ഒരു കല്ലും എടുത്തിട്ടാണ് വനയാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ആ അഴുതാ നദിയിൽ മുങ്ങി നേരെ കയറുന്ന മലയാണ് ശ്രീപാദമല. ശ്രീപാദമലയിൽ കയറി തൊഴുത് അവിടെ പ്രകൃതിയൊക്കെ, മലദൈവങ്ങളെയൊക്കെ ചെറിയ ആരാധനയൊക്കെ നടത്തി നേരെ മുന്നോട്ട് പോയിട്ട് ഈ കല്ല് ചെന്നിടുന്ന ഒരു മലയുണ്ട്. അത് കല്ലിടാംകുന്നെന്നൊക്കെ പേര് പറയും. ആ മലയാണ് യഥാർത്ഥത്തിൽ 3-ാമത്തെ മലയായിട്ടുള്ള കൽക്കിമല. ആ കൽക്കിമലയിൽ മറ്റൊരു വിശ്വാസമുണ്ട്. മഹിഷാസുരനെ ദേവി വധിച്ചപ്പോൾ ആ കോപം അടക്കാൻ വയ്യാതെ മഹിഷാസുരനെ ചുഴറ്റി എറിയുന്നുണ്ട്. അപ്പോൾ വായുവിലൂടെ, എയറിലൂടെ വന്ന ഈ മഹിഷാസുരൻ വീണ സ്ഥലം എന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ മഹിഷാസുരൻ്റെ ഈ ശരീരം വളരും. അപ്പോൾ അന്നുള്ള ആളുകൾ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് ഇന്ന് ചെന്നിടാൻ തുടങ്ങി, ഈ എൻ്റെ ബോഡി വളരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അതൊരു പിൽക്കാലത്ത് ഒരു ആചാരമാണ്. അവിടെ ഒരു കല്ലിടുന്ന, അങ്ങനെയാണ് കല്ലിടാൻ കുന്നു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 5-ാമത്തെ പടി, 18-ാം പടിയുടെ 5-ാമത്തെ പടിയാണ് ഉടുമ്പാറമല. ഉടുമ്പാറമല എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ഇഞ്ചിപ്പാറ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇഞ്ചിപ്പാറ കോട്ട സ്ഥിതി ചെയ്യുന്ന 5-ാമത്തെ പടിയാണ് ഉടുമ്പാറമല. ഉടുമ്പാറമലയ്ക്ക് ശേഷം 6-ാമത്തെ പടി, 18-ാം പടിയുടെ 6-ാമത്തെ പടി പുതുശ്ശേരി മല. പുതുശ്ശേരി മുണ്ടൻ എന്നൊക്കെ പറയുന്ന മൂർത്തിയുണ്ട്.
അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്താണ് കരിമല എന്ന് പറയുമ്പോൾ കരിമല മൊത്തം 7 തട്ടുകളാണ് ഉള്ളത്. 7 തട്ടിൽ ഒന്നാമത്തെ തട്ടെന്ന് പറയുന്നത് വളരെ ബൃഹത്തായ തട്ടാണ്, വലിയ തട്ടാണ്. ആ തട്ടിനെയാണ്, ഒന്നാമത്തെ തട്ടിനെയാണ് നാഗമലയായിട്ട്, 7ാമത്തെ തട്ട് നാഗമലയായിട്ട് പരിഗണിക്കുന്നത്. അതിനുശേഷം നേരെ 8ാമത്തെ മലയാണ് കരിമല. ആ കരിമലയിൽ ശരിക്കും നമ്മുടെ ചേനപ്പാടി ഭഗവതി ആ കരിമലയിൽ നിന്ന് വന്നതാണ്. എരുമേലിലുള്ള ചേനപ്പാടി ഭഗവതി, അതേപോലെ തന്നെ കരിമല അരയന്, അതേപോലെയുള്ള പിന്നെ മായാക്കി എന്ന് പറയുന്ന അയ്യപ്പസ്വാമി ഉദയനെ കൊല്ലാൻ പോയ സമയത്ത് പരിക്കേറ്റ ആളുകളെ ചികിത്സിച്ചിരുന്ന വൈദ്യയാണ് മായാക്കി എന്ന് പറയുന്ന ആ ഒരു മൂർത്തി. ആ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് പറയുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ ആ കരിമല കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് പുലിയൂറുംകല്ല്, കരിമല ഇറക്കത്തിൽ പുലിയൂറുംകല്ല് എന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് നോക്കിയാൽ നിലയ്ക്കൽ ശിവഭഗവാന്റെ ആർച്ച് കാണാം. ആ നിലയ്ക്കൽ ശിവഭഗവാന്റെ ആർച്ച് കാണുന്നതിൻ്റെ ഇടതുഭാഗത്ത് പള്ളിയറക്കാവ് ഭഗവതി, ആ ഭഗവതിക്ക് അയ്യപ്പസ്വാമിയുടെ മാതൃഭാവം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ആ പള്ളിയറക്കാവ് ഭഗവതി ഇരിക്കുന്നതാണ് നിലയ്ക്കൽ മല. അത് 9ാമത്തെ മലയാണ്. അതിനുശേഷം നിലയ്ക്കൽ മഹാദേവൻ കുടികൊള്ളുന്ന ആ മലയുള്ള സ്ഥലമാണ് ദേവർമല. പിന്നെ കരിമല ഇറങ്ങിയിട്ട് വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് നുണങ്ങാറ് കടന്ന് നേരെ പമ്പ മുറിച്ച് കിടക്കാതെ നേരെ പമ്പ ഗണപതി ഭഗവാൻ ഇരിക്കുന്ന ഗൗണ്ടൻ മലയിലേക്കാണ് ചെല്ലുന്നത്. ഗൗണ്ടൻ മലയിൽ നിന്ന് നേരെ അക്കരെ കാണുന്നതാണ് ഹിൽ ടോപ്പ് ഉൾപ്പെടുന്ന ഈ ഭാഗം. ആ ഭാഗമാണ് മാതംഗമല, 11ാമത്തെ മല മാതംഗമല എന്നുള്ള വിശ്വാസമുള്ളത്. 12ാമത്തെ മല എന്ന് പറയുന്നത് പമ്പ ഗണപതി ഭഗവാൻ ഇരിക്കുന്ന ഗൗണ്ടൻ മല. അതിനുശേഷം 13ാമത്തെ പടി, 13ാമത്തെ മല നീലിമല. ആ നീലിമല കയറി നീലിമല ടോപ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അനേകം മലകളുടെ തലപ്പ് കാണുന്ന സുന്ദരമായ പ്രദേശത്ത് ചെല്ലും. ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്കറിയാം മരക്കൂട്ടവും ശബരിപീഠവും ശരംകുത്തിയൊക്കെ ഉൾപ്പെടുന്ന ആ മലയാണ് സുന്ദരമല, 14ാമത്തെ മല, 18ാം പടിയുടെ 18ാമത്തെ പടി. അതിനുശേഷം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ സന്നിധാനത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ നേരെ പടിഞ്ഞാറ് അകലെയായിട്ട് ചുറ്റുപോടും മലനിരകൾ കാണാം. അതിലെ നടുക്ക് നിൽക്കുന്ന മല പടിഞ്ഞാറ്, അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന മലയാണ് ചിറ്റമ്പലമേട്. അയ്യപ്പസ്വാമിയുടെ ആ സന്നിധാനത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇടത്ത് അകലെയായിട്ട് നോക്കുമ്പോൾ മരങ്ങളൊന്നുമില്ലാത്ത മേട് കാണാം. അതാണ് മയിലാടും മേട്. 16ാമത്തെ മല മയിലാടും മല. വലത്ത് മകര ജ്യോതി തെളിയിക്കുന്ന ആ മലയാണ് 17ാമത്തെ മല പൊന്നമ്പല മല. 18ാമത്തെ മല ശബരിമല. അങ്ങനെ 18 മലകളിലേക്കുള്ള ഈ ലക്ഷാവധി വരുന്ന അയ്യപ്പന്മാർ യാത്ര ചെയ്യുന്ന ഈ വഴിയാണ്. ഈ കാനനപാതയുടെ പ്രധാന തുടക്ക ഭാഗത്താണ് കോയിക്കക്കാവ് നമ്മൾ നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ എത്രത്തോളം ആ പുണ്യം നിറയുന്നു, അല്ലെങ്കിൽ ഇനിയും കേവലം ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ഇനി നമ്മൾ ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ഇനി പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 മണിക്ക് ശേഷം കൃത്യമായ ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ 5 മണിക്ക് ശേഷം എത്തുന്ന ഭക്തർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ നിലത്ത്, ഈ ടാറിട്ട നിലത്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഈ നിലത്ത് വിരിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഭക്തരെത്തുന്നു അല്ലേ? ഭക്തരെത്തുന്നു. അത് ഇവിടുത്തെ സാഹചര്യമാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ അയ്യപ്പ ഭക്തന് അനുകൂലമായിട്ടാണ് നിലപാടെങ്കിലും ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ്. കാട്ടുപോത്ത്, ആന, പുലിയ, കടുവ, അങ്ങനെ വന്യമൃഗങ്ങൾ ഇവിടെ കൂടുതലാണ്. ഇപ്പം വളർന്ന് വനത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നില്ല, തീ കയറുന്നില്ല, തീറ്റയില്ല. വനത്തിൽ ഈ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള തീറ്റയില്ല. അത് കാരണമാണ് ഇത് നാട്ടിലിറങ്ങി അതിരൂക്ഷമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ വന്യമൃഗത്തിൻ്റെ ഇടയിലേക്ക് ഇവരെ കടത്തിവിടാവുന്നൊരു പരിസ്ഥിതി അല്ല ഇവിടെ. പക്ഷേ ഇവിടെ ഈ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന് ഇവർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള ഒരു സൗകര്യങ്ങളുമില്ല. ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കാര്യത്തിൽ ഒരുക്കി കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക.
പെടുത്തി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോയ്ലറ്റ് പോലും, ഒരു ശൗചാലയം പോലും ഇല്ലാത്തൊരവസ്ഥ, വിരിവെക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥ, അത് ഭക്തരെ സംബന്ധിച്ചുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെ. നമുക്ക് കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ നമ്മളിവിടെ എത്തിയിരുന്നതാണ്. ഈ നിലത്ത് കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഭക്തർ വരികയാണ്. കാരണം 5 മണിക്ക് ശേഷം നിയന്ത്രണമാണ്. അത് നിലവിൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അവർക്ക് ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കോയിക്കക്കാവ്. ഇവിടെ വിരിവെക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കണം. കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിലെ ശ്രദ്ധയിൽ നമ്മളിത് പെടുത്തുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ പെർമനൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെമ്പററി ഈ സീസൺ കാലത്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ളൊരു സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, സ്ത്രീജനങ്ങൾ, ഇവർക്കൊക്കെ വനത്തിനുള്ളിലേക്ക് പോയി പ്രാഥമിക കർമ്മങ്ങൾ നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ, അയ്യപ്പ ഭക്തർക്കായിട്ടുള്ള ആണുങ്ങൾക്ക് വേണമെങ്കിൽ വനത്തിൽ കുറച്ചെങ്കിലും ഉള്ളിലേക്ക് കയറാം. പക്ഷേ കുഞ്ഞുങ്ങളും പ്രായം ചെന്ന അമ്മമാരും ഒക്കെ വരുന്ന അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് അടിയന്തരമാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കും പ്രാഥമിക കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം, ഇവിടെ തങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കുടിവെള്ളമൊക്കെ സൗജന്യമായിട്ട് ദേവസ്വം ബോർഡും വനം വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒരുക്കേണ്ടത്. വനം വകുപ്പ് ഒരു കഴിഞ്ഞ കൊല്ലം മുതലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ചെറിയൊരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് ഈ വെള്ളം ഉപയോഗിച്ചാണ് കുടിവെള്ളമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. എങ്കിലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഇവിടെ അയ്യപ്പന്മാർ വരുമ്പോഴത്തേന് എരുമേലിയിലാണ് ഇത് അവർ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ ഒരുപാട് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ ഇവിടെ വന്ന് തങ്ങുന്നുണ്ട്. അവർക്കുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. അത് വിപുലപ്പെടുത്തി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ദേശവാസികൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പാതയിൽ ഉടനീളം ഈ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം മലമൂത്ര വിസർജനം ഇവിടെ വഴിയോരങ്ങളിലൊക്കെ നടത്തപ്പെടുന്നു. അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുമൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഈ 7 കോടി രൂപയൊന്നും വേണ്ട. താൽക്കാലികമായ സംവിധാനം ഒരുക്കാൻ കുറച്ച് ലക്ഷങ്ങൾ മാത്രം, അല്ലെങ്കിൽ കുറച്ച് തുക മാത്രം മതിയാകും. കാരണം താൽക്കാലികമായിട്ടെങ്കിലും ഈ വിരിവെക്കാനുള്ള സൗകര്യങ്ങളടക്കം ഇവിടെ ഒരുക്കേണ്ടത്. നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് അത് വനംവകുപ്പിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഏർപ്പെടുത്തുന്നതെങ്കിൽ, പക്ഷേ അവിടെ ഈ ഭക്തർക്ക് തങ്ങുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അടിസ്ഥാനമായ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സൗകര്യങ്ങൾ അത് ഒരുക്കുക എന്നത് ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം, സർക്കാരിനെ സംബന്ധിച്ചോളം, അതുപോലെ തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ചോളം അത് ചെയ്യേണ്ട ഒന്നാണ്. ഭക്തരെ ഈ തെരുവിൽ അല്ലെങ്കിൽ ഈ റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇനി ഉണ്ടാകരുതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ തന്നെ വെച്ചിരുന്നത്. പക്ഷേ ഇത്തവണയും അതിന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാമ, ഗൗതം. എന്തായാലും വളരെയധികം ഒരു പോസിറ്റീവ് കാഴ്ച കൂടി അല്ലേ? മറ്റൊരു കാനനപാത കൂടിയുണ്ട്. ഒന്ന് വണ്ടിപ്പെരിയാർ വഴി പുല്ലുമേട് വഴിയുള്ളൊരു കാനനപാതയുമുണ്ട്. അതും വളരെ ദുഷ്കരമാണ്. അവിടെയാണ് 2011 വലിയ ദുരന്തമൊക്കെ ഉണ്ടായത്, ഓർമ്മയുണ്ടല്ലോ? 101 അയ്യപ്പ ഭക്തർക്ക് ചെയ്യാം. അത് ശരിക്കും ഈ അനാസ്ഥ കൊണ്ടുണ്ടായതാണ്. ഈ മകരജ്യോതി കാണുന്നതിനായി 10,000-കണക്കിന് അയ്യപ്പ ഭക്തർ ഈ വിവിധ മൊട്ടക്കുന്നുകളിൽ, പുൽമേടുകളിൽ നിൽക്കുമ്പോൾ അവിടെ 1-2 ഈ 0 വോൾട്ട് പോലത്തെ ബൾബ് മാത്രമാണ് ദേവസ്വം ബോർഡ് കത്തിച്ചിട്ടത്. അതാണ് ശരിക്കും ആ ദുരന്തത്തിന്. അത് മാത്രമല്ല, ഈ തിരക്ക് നിയന്ത്രണം അത് ഇപ്പോഴും ഒരു പ്രോപ്പർ മെക്കാനിസം ഇവരുടെ കയ്യിലില്ല. തമാശ എന്താണെന്നറിയോ? ഈ അയ്യപ്പ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇതായിരുന്നു. പോലീസ് ആസ്ഥാനത്തെ 4 DGPമാരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് പൈസയൊക്കെ കൊടുത്ത് ഡീസലൊക്കെ കത്തിച്ച് അങ്ങ് പമ്പ വരെ എത്തിച്ച് അവിടെ ഇരുന്നിട്ട് തിരക്ക് നിയന്ത്രണത്തെ പറ്റി ഒരു ക്ലാസ്സാണ്. എന്നിട്ടോ തൊട്ടടുത്ത ദിവസം നടന്നു തുറന്ന സമയത്ത് നമ്മൾ കാണിച്ചതാണ്, നമ്മുടെ ജനൻ TV സ്ക്രീനിലൂടെ ലക്ഷോപലക്ഷം പ്രേക്ഷകർ അത് കണ്ടതാണ്. കുഞ്ഞു കുട്ടികൾ വരെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന. അതായത് 99 ഹിൽ ടോപ്പിൽ ഉണ്ടായിട്ടുള്ള ദുരന്തമുണ്ട്, പമ്പ ഹിൽ ടോപ്പിൽ. പിന്നീട് 2011 പുല്ലുമേട് ദുരന്തം. ഈ 2 ദുരന്തങ്ങളെ പറ്റിയും അന്വേഷണം നടത്തിയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ അത് അവിടെ ഇരിക്കുകയാണ്. അതിൽ പറഞ്ഞേക്കുന്ന നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. പക്ഷെ അതിൽ പറഞ്ഞേക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ല. അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. ഈ മണ്ഡലകാലം അങ്ങനെ ഭംഗിയായിട്ട് അവസാനിക്കട്ടെ. ഈ മണ്ഡലകാലം തീർച്ചയായും അത് മാത്രമാണ് പറയാനുള്ളത്.